ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാവിലെ ഭയങ്കരമൊന്നുമല്ല, ഒരു പ്രശ്നത്തിലാണ്. നമ്മളെ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഓഗസ്റ്റ് 29 എൻ്റെ ബർത്ത്ഡേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുക്കർ വാങ്ങിച്ചായിരുന്നു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. കുക്കർ വാങ്ങിച്ചപ്പം അതിനകത്തുനിന്ന് അപ്പുറത്തെ വീട്ടിലായിരുന്നു വാങ്ങിച്ചത്. അപ്പുറത്തെ വീട്ടിലെ മക്കളെന്ന് പറയുമ്പോൾ 3 പേരുണ്ട്. ഒരെണ്ണം മൂത്ത മകനാണ്. അത് അഞ്ചിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ അവനാണ് അവൻ കാണിച്ചത്. ഇതാണ് കുഞ്ഞാറ്റ. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അപ്പം വേണ്ട, എൻ്റെ അനിയൻ അന്ന് യൂട്യൂബിൽ പാട്ട് പാടിയത് ഇവനാണ്. അപ്പം എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അന്ന് ഇവൻ കുക്കർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പം ഇന്ന് ഇവൻ കുക്കർ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പം ഇവൻ കുക്കറും കൊണ്ട് പോയിട്ട് തിരിച്ച് വരുക, കുക്കറിൻ്റെ വിസിൽ കാണുന്നില്ലെന്ന്. എന്നിട്ട് ഉമ്മച്ചി ഇവിടുന്ന് കഴുകി പറക്കി കുക്കറിൻ്റെ വിസിലും എല്ലാം ആയിട്ടാണ് കൊടുത്തു വിട്ട. തിരിച്ചു വന്നപ്പോൾ അത് കണ്ടില്ല. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാവിലെ ഭയങ്കരമൊന്നുമല്ല, ഒരു പ്രശ്നത്തിലാണ്. നമ്മളെ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഓഗസ്റ്റ് 29 എൻ്റെ ബർത്ത്ഡേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുക്കർ വാങ്ങിച്ചായിരുന്നു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. കുക്കർ വാങ്ങിച്ചപ്പം അതിനകത്തുനിന്ന് അപ്പുറത്തെ വീട്ടിലായിരുന്നു വാങ്ങിച്ചത്. അപ്പുറത്തെ വീട്ടിലെ മക്കളെന്ന് പറയുമ്പോൾ 3 പേരുണ്ട്. ഒരെണ്ണം മൂത്ത മകനാണ്. അത് അഞ്ചിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ അവനാണ് അവൻ കാണിച്ചത്. ഇതാണ് കുഞ്ഞാറ്റ. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അപ്പം വേണ്ട, എൻ്റെ അനിയൻ അന്ന് യൂട്യൂബിൽ പാട്ട് പാടിയത് ഇവനാണ്. അപ്പം എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അന്ന് ഇവൻ കുക്കർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പം ഇന്ന് ഇവൻ കുക്കർ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പം ഇവൻ കുക്കറും കൊണ്ട് പോയിട്ട് തിരിച്ച് വരുക, കുക്കറിൻ്റെ വിസിൽ കാണുന്നില്ലെന്ന്. എന്നിട്ട് ഉമ്മച്ചി ഇവിടുന്ന് കഴുകി പറക്കി കുക്കറിൻ്റെ വിസിലും എല്ലാം ആയിട്ടാണ് കൊടുത്തു വിട്ട. തിരിച്ചു വന്നപ്പോൾ അത് കണ്ടില്ല.